ഒരു പർച്ചേസ് ചെയ്യാനായിട്ട് ചൈനയിൽ പോവുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഫാക്ടറി നമ്മൾ എന്തായാലും ഫിസിക്കലായിട്ട് പോയി വെരിഫൈ ചെയ്യണം. റൂഫ് ടൈലിംഗ് ബിസിനസ്സിൽ മുഖവുര ആവശ്യമില്ലാത്ത പേരാണ് KPG റൂഫിംഗ്സിൻ്റെത്. കഴിഞ്ഞ 32 വർഷമായി ഈ രംഗത്ത് എതിരാളികളില്ലാതെ മുന്നേറുന്ന സ്ഥാപനത്തിന്റെ സാരഥികളാണ് ഇന്ന് ധനം ബിസിനസ് കഫേയിൽ അതിഥികൾ. KP ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ പൂക്കോയ തങ്ങളും അദ്ദേഹത്തിന്റെ മകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KP റജീലും. നമസ്കാരം, ധനം ബിസിനസ് കഫേയിലേക്ക് സ്വാഗതം. മലപ്പുറത്തേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഒരു 15 വർഷത്തോളം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. താങ്കളുടെ കുടുംബത്തിനാണെങ്കിൽ അധ്യാപന രംഗത്താണ് കൂടുതൽ എല്ലാവരും തന്നെ അധ്യാപകരായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് വേറൊരു മേഖലയിലേക്ക് പോകാനും പിന്നീട് ബിസിനസ്സിലേക്കും ഒക്കെ വരാനായിട്ട് പ്രചോദനം ഉണ്ടായത്? എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ത്വര ആദ്യമേ ഉണ്ടായിരുന്നു. ഞാൻ ഈ എയർഫോഴ്സിലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ സിർസയിലായിരുന്ന സമയത്ത് ചെറിയ സ്കൂട്ടറുകളൊക്കെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങിയിട്ട് അത് സർവീസ് ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ പിന്നീട് തിരിച്ചു വന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്നെ ബിസിനസ്സുകാരനാക്കിയതാണ്. എൻ്റെ വീട്ടിലൊരു കൃഷിക്ക് ഉപയോഗിക്കുന്ന അഗ്രികൾച്ചറിൽ ഒരു പവർ ടില്ലർ ഉണ്ടായിരുന്നു. ആ പവർ ടില്ലറിന് ഞാൻ കോയമ്പത്തൂർ എയർഫോഴ്സിലായിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ഞാൻ മിക്ക ആഴ്ചകളും ഞായറാഴ്ച ലീവ് ഉണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന പതിവുണ്ടായിരുന്നു. വരുന്ന സമയത്ത് അവിടുന്ന് സ്പെയർസ് വാങ്ങിയിട്ട് വരികയാണ്. ഇവിടെ സ്പെയർസ് ഒന്നും ലഭ്യമല്ല, മെക്കാനിക്സും ഇല്ല. അപ്പോൾ അതിൻ്റെ റിപ്പയർ ഞാൻ തന്നെ സ്വന്തം ഞാനും അനിയന്മാരും എല്ലാം കൂട്ടിയിട്ടാണ് ഇതിന് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 93-94 കാലഘട്ടത്തിലാണ് ഈ പവർ ടില്ലർ ഉപയോഗിച്ച് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കല്ല് വെട്ടാൻ പറ്റുമെന്നുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത്. അത് വന്നപ്പോൾ മലപ്പുറം ഏരിയയൊക്കെ മാക്സിമം ചെങ്കല്ലുള്ള ഏരിയയാണ്. അവിടെ ഒക്കെ കല്ലുവെട്ടാൻ തുടങ്ങി. കല്ലുവെട്ടാൻ ഈ സ്പെയർ പാർട്സും മെഷീനറിയിലേക്ക് റിക്വയർമെൻ്റ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫീൽഡിൽ സ്പെയർ പാർട്സ് എൻ്റെ കയ്യിൽ ലഭ്യമാണെന്ന് അറിയുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. പിന്നെ കേട്ടറിഞ്ഞിട്ട് ആൾക്കാർ പല സമയത്തും വന്ന് അങ്ങനെ ഞാൻ ഇത് ഒരു ഷോപ്പ് തന്നെ തുടങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഈ സാധനങ്ങളും കൂടി വെച്ച് പള്ളിക്കൽ ബസാറിൽ ഷോപ്പ് ആദ്യമായിട്ട് തുടങ്ങി. പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇതിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങോട്ടൊക്കെ ഇതേപോലുള്ള സ്ഥാപനങ്ങൾ സെപ്പറേറ്റ് തുടങ്ങി അങ്ങനെ ആ ഫീൽഡിലേക്ക് പോയി. അതിനുശേഷമാണ് റൂഫിംഗിലേക്ക് വരുന്നത് അല്ലേ? റൂഫിംഗിലേക്കുള്ള തുടക്കം എന്തായിരുന്നു? റൂഫിംഗിലേക്ക് വന്നത് അതും ഒരു ഇൻസിഡൻറ്റിലാണ് റൂഫിംഗ് മേഖലയിലേക്ക് വരുന്നത്. ഞാൻ കാനൺ ഫെയറിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ചൈനയിലേക്ക് പോയി. ഇന്ന് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി. പാസ്പോർട്ട് നഷ്ടപ്പെട്ട് സമയത്ത് പുതിയൊരു പാസ്പോർട്ട് വേറെ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ 2-3 ദിവസം കൊണ്ട് പറ്റുമായിരിക്കും. ചൈനയിലും പറ്റും. പക്ഷേ നമ്മുടെ ലാംഗ്വേജ് ബാരിയർ, എനിക്കറിയുന്ന ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അല്ലാതെ ഈ 3 ഭാഷ, തമിഴ് 4 ഭാഷയെ അറിയുള്ളൂ. ഈ 4 ഭാഷ അറിഞ്ഞാൽ അവിടെ രക്ഷയില്ല. ഒരു രക്ഷയില്ല. അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് ലോഡ് ചെയ്യാൻ പറ്റുക. അതിന് എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണ്ടിയാണ്. കാനൺ ഫെയറിൽ പരിചയപ്പെട്ട ഒരു റൂഫ് ടൈൽ ചെയ്യുന്ന ഒരാൾ ഇവരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം കംപ്ലൈൻറ്റ് സമർപ്പിക്കുന്നത്. അത് സമർപ്പിച്ച് പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ എംബസി പോയി ഒരു ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടി തിരിച്ചു പോകുന്നു. അപ്പോൾ എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിരുന്ന ആളെ ഒന്ന് സഹായിക്കണമെന്ന് എഴുതിയിട്ടാണ് 2 കണ്ടെയ്നർ റൂഫ് ടൈൽ ഓർഡർ ചെയ്ത്. ആ സഹായിക്കുന്ന സമയത്ത് അത് നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു ബോധ്യം വന്നു. പിന്നെ വിൽക്കാൻ നോക്കിയ സമയത്ത് ഈ റേറ്റിലേക്ക് വിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. സാധാരണ നമ്മൾ റൂഫിംഗ് ടൈലിലും നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് കുറവായിരുന്നു. ഇത് വേറെ മെത്തേഡിലാണ് അവർ അവിടെ പ്രോസസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ചൈന വരെ വിസിറ്റ് ചെയ്തപ്പോഴേക്കും ഒരു പുതിയ ബിസിനസ് ആയിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ ആ ബിസിനസ് ഇപ്പൊ അങ്ങനെ തുടങ്ങിയെങ്കിലും പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താങ്കൾ സ്ട്രഗിൾ ചെയ്തോ? അതോ സ്ട്രഗിൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് ഈ പവർ ടില്ലർ സ്പെയർ പാർട്സിന്റെ കൂടെ ഇത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ട്രയൽ നോക്കി. അത് സക്സസ് ആയില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ആ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ മൈൻഡിൽ ഈ സ്പെയർ പാർട്സും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളുള്ളൂ. അവർക്ക് ഒരു അതർ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അത് ആൾക്കാരായിട്ട് പുട്ടപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അല്ലെങ്കിൽ മാനസിക അവസ്ഥയും ഇല്ല എന്ന് മനസ്സിലായതോടുകൂടി പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. റൂഫിങ്ങിന് വേണ്ടി ആ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം സ്പെയർ പാർട്സ് പോലെ തന്നെ ഇതും വിജയകരമായിട്ട് വന്നു. എനിക്ക് പിന്നെ ഒരു വർഷത്തിൽ 2 കണ്ടെയ്നർ വിറ്റ സ്ഥാനത്ത് ഒരു 6 മാസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 2-3 കണ്ടെയ്നർ വെക്കാൻ പറ്റി. പിന്നീട്
പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. റജിൽ, താങ്കളാണെങ്കിൽ ബിസിനസിന്റെ ഒരു വളർച്ച കണ്ടാണ് ഇതിലേക്ക് വന്നത്. എപ്പോഴെങ്കിലും KPG തന്നെ കയറണം അങ്ങനെ ഒരു ഇതിലായിരുന്നോ, അതോ വേറെ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് പോലെ എത്തിയതാണോ ഇതിലേക്ക്? ഞാൻ ഏകദേശം 2012 സമയത്താണ് നമ്മൾ റൂഫിംഗ് സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത്. ആ സമയം തൊട്ടേ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, +2 എത്തിയ സമയത്താണ്. അപ്പോൾ എന്തായാലും തിരിച്ചുവരവ് ഇതിലേക്കാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ഇറങ്ങാനുണ്ടായൊരു വഴിത്തിരിവെന്ന് വെച്ചാൽ നമ്മൾ ചൈനയിൽ നിന്ന് ഇതേപോലെ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവന്ന സമയത്ത് നമുക്കൊരു ചീറ്റിങ് പറ്റി. നമ്മൾ കയറ്റിയത് പ്രൊഡക്റ്റാണ്, ഏകദേശം 19 ലക്ഷം രൂപ അന്ന് വിലയുള്ള പ്രൊഡക്റ്റ് നമ്മൾ കയറ്റി. പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് അത് വെറും സ്റ്റോൺസ് മാത്രമായിട്ടുള്ള അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. ചീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യണമെന്നൊക്കെ, കാരണം നമ്മൾ വല്ലാതെ വലച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ വല്ലാതെ വലച്ച പ്രശ്നം. അപ്പോൾ ഇതിനെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ചൈനയിൽ 1-2 യൂണിവേഴ്സിറ്റികൾക്ക് നമുക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാനൊക്കെ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യാം. ലീഗലായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം കമ്പനിയുടെ അഡ്രസ്സ് ഒന്നും അറിയില്ല. നമ്മൾ ട്രേഡ് ഫെയറിന് പോയി അവിടെ കാണുന്ന സ്റ്റാളിൽ കാണുന്ന ആളുകൾ ജെന്യുവൻ കമ്പനീസാണ് എന്ന് വിശ്വസിച്ച് പോയതാണ് നമുക്ക് പറ്റിയൊരു തെറ്റ്. ഈ കമ്പനീൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം, കോൺടാക്ട് ചെയ്ത ആളുകളെ കണ്ടുപിടിക്കണം. ആകെ ഒരു മെയിൽ ID മാത്രം വെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം മൂലം ചൈനയിലേക്ക് ഒരു 4 മാസത്തോളം അവിടെ നമ്മൾ പോയി നിന്നു. പഠിക്കാനായിട്ടുള്ള രീതിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ എടുത്ത് പോയി നിന്നു. ഈ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ മൂവ് ചെയ്തു. പക്ഷേ ലീഗലി ഇതിൽ പിന്നെ നമുക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടിയില്ല. കാരണം കമ്പനി അവർ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ വേറെ ലീഗൽ എൻറ്റിറ്റിയൊക്കെ ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ചൈനയിൽ ആ ഒരു കുറച്ച് ടൈം പോയ സമയത്ത് നമുക്ക് അവിടെയുള്ള ഏകദേശം റൂഫ് ടൈൽ ഫാക്ടറികളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ചൈനീസ് ഭാഷ അറിയുന്ന കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള. അപ്പോൾ അത് നല്ലൊരു, അതായത് ചൈനയിലുള്ള ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും ഒക്കെ പെട്ട 1-2 ആളെങ്കിലും പരിചയമുള്ള രീതിയിലേക്ക് എത്തി. അപ്പോൾ അത് ബിസിനസ്സിന് നമുക്ക് വളരെ നല്ല രീതിയിൽ സഹായകമായി. പിന്നീട് നമുക്കും ചെറിയ രീതിയിൽ ചൈനീസൊക്കെ പറയാനുള്ളൊരു ചൈനീസ് ലാംഗ്വേജിൻ്റെ കോഴ്സിനാണ് പോയത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കാനൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ പിന്നെ എന്തായാലും ആ സമയത്താണ് ഫാദർ പറഞ്ഞാൽ എന്തായാലും ബിസിനസ്സിലേക്ക് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വന്നു. ഏകദേശം 2016-17 വർഷത്തിലാണ്. ഈ ചൈനയായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് സെൻട്രൽ ഇപ്പോൾ ചൈനയായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവിടെ പോയി ബിസിനസ് ചെയ്യേണ്ടവർ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനൊരു തിരിച്ചടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് നമുക്ക് പറ്റിയതിനു ശേഷം നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ പല ആളുകൾക്കും പറ്റിയത് അറിയാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള ചീറ്റിംഗ് കേസ് അവിടെ ഭയങ്കര കോമൺ ആണ്. നമ്മൾ കേസുമായിട്ട് പോകുന്ന സമയത്ത് അവർക്കിതൊരു പുതുമയല്ല, അവർക്കിത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. സോ ഒരു ഫെയർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും അവിടെ വരുന്ന കമ്പനികൾ ഫാക്ടറി ആണോ ട്രേഡേഴ്സാണോ എന്നൊന്നും ഫെയർ നടത്തുന്ന ആളുകളോ ഒന്നും അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി അവർ ചെക്ക് ചെയ്യാറില്ല. അപ്പം ക്യാൻറ്റൺ ഫെയർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയൊരു ഫെയറാണ്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഫാക്ടറീസ് എല്ലാം ജെന്യുവൻ ആണോ എന്നൊന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഇന്നൊരു കമ്പനി ഉണ്ടാക്കി നല്ല GST രജിസ്ട്രേഷനൊക്കെ എടുത്ത് അതിൻ്റെ പേരിലൊരു സ്റ്റാള് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു എക്സ്പോയിൽ ബുക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അതേ രീതിയിൽ തന്നെയാണ് അവിടെയും. അപ്പോൾ അതേ രീതിയിൽ വരുന്ന പല ട്രേഡേഴ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പർച്ചേസ് ചെയ്യാനായിട്ട് ചൈനയിൽ പോവുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒന്ന് കമ്പനിയുടെ ജെന്യൂനിറ്റി എത്ര കാലമായി വർക്ക് ചെയ്തു, ISO കാര്യങ്ങൾ പല സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അവിടുത്തെ മിനിസ്ട്രീൻ്റെ കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, പിന്നെ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഈ ഫാക്ടറി നമ്മൾ എന്തായാലും ഫിസിക്കലായിട്ട് പോയി വെരിഫൈ ചെയ്യണം. നമ്മൾ ഏജൻറ്റിൻ്റെ കൂടെ അല്ല, നമ്മൾ ഫാക്ടറി ഇവരുടെ കൂടെ പോയി വെരിഫൈ ചെയ്യണം. ഇവർ നമുക്ക് തന്ന വിസിറ്റിംഗ് കാർഡിലുള്ള ലോഗോയും ഫാക്ടറിയിലുള്ള ലോഗോയും ശരിയാണോ എന്ന് നോക്കണം. ഇത് കണ്ട് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഏത് കമ്പനിയായിട്ടും ബിസിനസ് ഡീലിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ. നേരിട്ട് പോയി എന്തായാലും വെരിഫിക്കേഷൻ നിർബന്ധമാണ്. ഈ റൂഫിംഗ് ബിസിനസിൻ്റെ ഒരു സ്കെയിലിംഗ് അപ്പ് എങ്ങനെയായിരുന്നു? ഫ്രാഞ്ചൈസി മോഡലിലേക്കൊക്കെ മാറാനായിട്ടുള്ള ഒരു കാരണം എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഫ്രാഞ്ചൈസി എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും ഇവിടെ തുടങ്ങിയ ബിസിനസ്സൊക്കെ ഫ്രാഞ്ചൈസി ആയിരുന്നു. തുടങ്ങാൻ കാരണം നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം, അതായത് ബിസിനസ് ലൈനിൽ പഠനം നടത്തിയിട്ടില്ല. നമ്മുടെ ഫാമിലിയിൽ ആരും ബിസിനസ്സുകാരില്ല. നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സിൽ സംരംഭത്തിലേക്ക് വന്നതാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഈസിനെസ്സിന് ആ പുതുതായിട്ടൊരു ഔട്ട്ലെറ്റ് തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒരു ലോക്കൽ ആളെ പാർട്ണറായിട്ട് എടുത്ത് അദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ ബിസിനസ് പഠിപ്പിച്ച് അവിടെ പാർട്ണറാക്കി വെച്ചു.
അപ്പോൾ ആ ബിസിനസ് അദ്ദേഹം സ്വന്തം ബിസിനസ് പോലെ നോക്കി നടക്കും. അതിൽ 1 രൂപ ലാഭം കിട്ടി കഴിഞ്ഞാൽ 50 പൈസ അയാൾക്കുള്ള നടന്നു. 1 രൂപ നഷ്ടപ്പെട്ട 50 പൈസ എന്ത് പോയി എന്നുള്ള ബോധ്യമുള്ള ഒരാളാവുമ്പോൾ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യും. അതിന് വേറെ മാനേജ്മെന്റ് ഒന്നും ആവശ്യമില്ല. മറ്റൊരു മാനേജ്മെന്റ് ഇല്ലാതെ തന്നെ അത് ഓടിക്കൊള്ളും. ആ രീതിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ 23 ഔട്ട്ലെറ്റുകൾ ആ കാലഘട്ടത്തിൽ സ്പെയർ പാർട്സ് ഉണ്ടായിരുന്നു. പ്രൂഫ് ടൈൽ ബിസിനസ്സിൽ വന്ന സമയത്ത് 1ാമത്തെ ഔട്ട്ലെറ്റ് മുതൽ തന്നെ നമ്മൾ ആ ഒരു പാർട്ണർഷിപ്പ് മോഡലിൽ തുടങ്ങിയെങ്കിലും 2nd, 3rd, 4th ഒക്കെ ആയ സമയത്തേക്ക് നമ്മൾ പിന്നെ ഫ്രാഞ്ചൈസിയെ കുറിച്ച് എന്താണെന്നും ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതും പഠിച്ച് അങ്ങനെ പിന്നെ ഫ്രാഞ്ചൈസി മോഡലാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടുന്ന് പഠിച്ച സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇത്രയും കാലം ഇതൊക്കെ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സാണ്. ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്, ഫ്രാഞ്ചൈസി ഓൺ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ്, ഇങ്ങനെ പല മോഡലുകളുണ്ട്. ഇതൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇപ്പം അത് പൂർണ്ണമായിട്ട് പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് മാറി. പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഓരോ ഫ്രാഞ്ചൈസിനും SOPസും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്, ഫ്രാഞ്ചൈസി സെലക്ഷൻ ക്രൈറ്റീരിയാസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്രാഞ്ചൈസിനെ തിരഞ്ഞെടുക്കുമ്പോഴേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കും? എങ്ങനെയാണ് ഒരാൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്? നമ്മൾ മെയിനായിട്ട് നോക്കാറുള്ളത് ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ നമ്മളുടെ ഫിലോസഫി കാര്യങ്ങളുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ ഏറ്റവും വലിയ ഫിലോസഫി വെച്ചാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു കസ്റ്റമറെ എങ്ങനെ ഹാപ്പി ആക്കാം, അവർ നമ്മളെ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യണം, ആ രീതിയിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരണം. അതിനുശേഷമേ കസ്റ്റമറെ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിലോസഫി. പിന്നെ അതേ രീതിയിൽ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി നമ്മൾ ചെക്ക് ചെയ്യും, എങ്ങനെയാണ് ഇവരുടെ സോഴ്സിങ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവർക്കുള്ള ലോക്കൽ കണക്റ്റ്, ആ ഒരു ലോക്കൽ ഏരിയയിൽ ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരാൾ ഇവിടെ എറണാകുളത്ത് വന്ന് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് എറണാകുളത്ത് തന്നെയുള്ള ഒരു ലോക്കൽ പാർട്ട്ണർ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ. ആ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കണക്ഷൻ എത്രത്തോളം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് എത്രത്തോളം ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാറുണ്ട്. പിന്നെ അതേ രീതി തന്നെ ഇവരുടെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി, ഒരു എൻ്റർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ള ആളാണോ, ബിസിനസ് സ്വന്തമായിട്ട് നോക്കി നടത്താൻ പറ്റുന്ന ആളാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. ഈ 4 പോയിൻറ്റ്സാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യാറുള്ളത്. ഞങ്ങളുടെ കമ്പനിയുടെ പോളിസീസ് എന്ന് വെച്ചാൽ ഞങ്ങൾ F3 പോളിസീസ് എന്നാണ് പറയുക. അതായത് ഫെയ്ത്ത്, ഫൈനാൻസ്, ഫ്യൂച്ചർ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റോ പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയൊരു ഫ്രാഞ്ചൈസിയോ ആര് വരികയാണെങ്കിലും നമ്മൾ ഈ 3 കാര്യങ്ങളാണ് എപ്പോഴും ചെക്ക് ചെയ്യാറുള്ളത്. ഒന്ന് ഫെയ്ത്ത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫെയ്ത്ത് കാര്യങ്ങളുണ്ടായിരിക്കും, അവരുടെ കുറച്ച് കോർ വാല്യൂസ് കാര്യങ്ങളുണ്ടായിരിക്കും. ഇതിലൊതുങ്ങി നിന്നുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, വിച്ച് അവർ ഫെയ്ത്ത്, ഏത് ഫെയ്ത്ത് ആണെങ്കിലും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഒരേ ദിശയിലേക്കാണ്. എല്ലാവരും നല്ലത് ചെയ്യുക, നമ്മളുടെ അടുത്തേക്ക് മറ്റൊരാൾ ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളുടെ അടുത്തേക്കും ചെയ്യരുത്. അതാണ് എൻ്റെ ബേസിക് കാര്യങ്ങൾ. പിന്നീട് ഫൈനാൻസ്, ഞങ്ങളുടെ ഫൈനാൻഷ്യൽ പോളിസി ആയിരിക്കണം എന്നില്ല മറ്റൊരാളത്, ബട്ട് ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്നുള്ളൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ലോൺസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. 100% നമ്മുടെ ഓൺ ഫണ്ടിൽ മാത്രമാണ് ബിസിനസ് ചെയ്യാറുള്ളത്. വേറെ അതിൽ ഒരു ട്രാൻസ്പെറൻസി എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഈവൻ അക്കൗണ്ട്സ് ആണെങ്കിലും എല്ലാ സെക്ഷനിലും. ഈവൻ ഞങ്ങൾ 100% ഓൺ ചെയ്യുന്ന കമ്പനി ആണെങ്കിലും അതിലെ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എപ്പോഴും എഷ്യൂർ ചെയ്യാറുണ്ട്. പിന്നെ 3ാമത്തെ പോയിന്റ് വെച്ചാൽ ഫ്യൂച്ചറാണ്. ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നമ്മുടെ കൂടെ നിന്നാൽ എത്രത്തോളം കാലം നമ്മുടെ കൂടെ കിട്ടും, ഒരു 10 വർഷത്തേക്ക് 10 years ഡൗൺ ദ ലൈൻ ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമോ? ഇതാണ് ഏറ്റവും വലിയ $1 million ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് നാളെയും മറ്റന്നാളും അടുത്ത വർഷവും ഇദ്ദേഹത്തെ നമുക്ക് കൂടെ കിട്ടണം. ഈ 3F എന്നുള്ളതൊരു മാനേജ്മെന്റ് തിയറി ഒന്നുമല്ല, നിങ്ങളുടെ സ്വന്തം ഒരു മാനേജ്മെന്റ് തിയറി ഒന്നുമല്ല, ഞങ്ങളുടെ ഒരു തിയറിയാണ്. ഇപ്പോൾ KPG പോലെ കടമെടുക്കാതെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംരംഭകരുണ്ടാവുമല്ലോ, അവരോട് എന്ത് ഉപദേശം നൽകാനുള്ളത്? അവർക്കത് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക? കടമെടുക്കാതെ ബിസിനസ് ചെയ്യാമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണോ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ തുടങ്ങി അല്പസമയം എടുത്താലും അത് ഗ്രോ ചെയ്ത് തന്നെ വരും. നമ്മൾ സഡൻ ഗ്രോത്ത് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളിലൊക്കെ ഒന്ന് ചാടുന്നത്. അതുകൊണ്ട് കടമെടുക്കാതെ ബിസിനസ് ചെയ്യാം. പക്ഷേ ഒരാൾക്ക് കടമെടുത്ത് ബിസിനസ് ചെയ്യുന്നത് അതിലുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നമുക്ക് എതിര് പറയാൻ പറ്റില്ല. കാരണം ചില 10 കേസുകളിൽ 4 5 ഒക്കെ ചിലപ്പം രക്ഷപ്പെട്ടു പോകും, വേറെ 4 ഫെയിലിയർ ആവും. അത് ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് കടമെടുക്കാതെ തന്നെ ബിസിനസ് ചെയ്യാനാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഓരോരുത്തരുടെ ഫസ്റ്റ് പറഞ്ഞ ഓരോരുത്തരുടെ ഫെയ്ത്തിനും അല്ലെങ്കിൽ അവരുടെ പോളിസീസിനും അനുസരിച്ചിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കഴിയുന്നതും തൊടിക്കാറില്ല.
ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അധികം അഡ്വാൻറ്റേജസും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ചുരുങ്ങിയ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടി വരും. ടൈം വലിയ കൺസേൺ ആയിട്ട് വരാറുണ്ട്. പുതിയ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ ഇത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കും. നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. പല സമയത്തും പല കമ്പനികളും പ്രൊഡക്റ്റ് സെൽ ഓഫ് ചെയ്യുന്നതും വലിയ രീതിയിലുള്ള പല ഡിസിഷൻസൊക്കെ എടുക്കുന്നത് ഹേസ്റ്റി ഡിസിഷൻസ് എന്നാണ് പറയുക. ഇതൊക്കെ എടുക്കാനുള്ളൊരു കാരണം നമുക്കൊരു ഇൻട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബേർഡൻ അപ്പുറത്ത് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്. പിന്നെ എസ്പെഷ്യലി ഇതേപോലത്തെ കുറച്ച് ക്രൂഷ്യൽ ടൈംസിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രളയം, കൊറോണ, ചെറിയ രീതിയിലൊരു എക്കണോമിക് ഡിപ്രഷൻ, ഇങ്ങനെ പല പല കാര്യങ്ങളും കടന്നു പോയിട്ടുണ്ട്. ഭാവിയിൽ എന്താ വരാനിരിക്കുന്നത് നമുക്കറിയില്ല. സിറ്റുവേഷൻസ് പലതും വരും. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് എപ്പോഴും നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ KPGക്ക് എത്ര ഔട്ട്ലെറ്റ്സ് ആയി? ഇപ്പോൾ നമുക്ക് ഏകദേശം 4 സംസ്ഥാനങ്ങളിലായിട്ട് 42ഓളം ഔട്ട്ലെറ്റുകളായി. 42nd ഔട്ട്ലെറ്റാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമായി അതോ? കേരളത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗത്തും. സൗത്തിൽ കുറച്ച് ഏരിയകളിൽ നമുക്ക് വേക്കൻ്റ് ആണ്. ഞങ്ങൾ മലബാർ ബേസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആദ്യം ആ മലബാർ ബെൽറ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പതിയെ പതിയെ കർണാടക, തമിഴ്നാട് ഈ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മുടെ പണ്ടത്തെ കണക്ഷൻ മൂലമോ അല്ലെങ്കിൽ നിലവിലുള്ള ആളുകളുടെ കണക്ഷൻ മൂലമോ അങ്ങനെയാണ് ശരിക്കും ഫ്രാഞ്ചൈസി ഗ്രോ ചെയ്തത്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് എത്ര ഷോറൂമുകളുണ്ട്? ഇപ്പോൾ നമുക്ക് കർണാടകയും തമിഴ്നാടും തെലങ്കാനയിലും ഈ 3 സ്ഥലങ്ങളിലാണ് ഷോറൂംസ് ഉള്ളത്. തമിഴ്നാട്ടിൽ നമുക്ക് 3 ഷോറൂംസ് ഉണ്ട്, തെലങ്കാനയിൽ 1 ഷോറൂം, കർണാടകയിൽ 6 ഷോറൂം. ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും അധികം റൂഫ് ടൈൽ ഷോറൂംസ് ഉള്ളത് ഞങ്ങൾക്കാണ്. അതേ രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സെറാമിക് റൂഫ് ടൈൽസ് നമ്മുടെ കമ്പനിയുടേതാണ്. ഇത് വേൾഡിലെ ഏറ്റവും വിൽക്കപ്പെടുന്ന റൂഫ് ടൈൽസ് എന്ന രീതിയിലേക്ക് ഏതെങ്കിലും ഒരു കാലത്ത് എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഒരു ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലായിട്ട് റൂഫിംഗ് സ്റ്റോഴ്സ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യണം. അത് പിന്നീട് ഒരു 5-6 വർഷം കൊണ്ട് അതൊരു ബിൽഡ് മാർട്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലോങ് ടേം വിഷൻ. റജീലിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണോ ബിൽഡ് മാർട്ട് വരുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. എന്തൊക്കെയായിരിക്കും അവിടെ ലഭ്യമാകുക? ബിൽഡ് മാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ്. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം വീട് എന്നുള്ളത് എല്ലാ ആളുകളുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ വീട് പണി എന്ന് പറയുമ്പം അതൊരു പേടി സ്വപ്നവും. കാരണം ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, പുതിയ മെറ്റീരിയൽ പറഞ്ഞത് എന്താണ്, ഓരോന്നിൻ്റെ എക്കണോമിക് ഫീസിബിലിറ്റി, ഓരോന്നിൻ്റെ ഡ്യൂറബിലിറ്റി, ഇതൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കല്ല്, സിമെൻറ്റ്, കമ്പി, ഇതൊക്കെ നമുക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്കറിയാം, അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റണം. അത് ഡിസ്പ്ലേ വേണം, അത് ആളുകൾക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എന്താണ് ഇതിൻ്റെ പ്ലസ്, എന്താണ് ഇതിൻ്റെ മൈനസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. അതാണ് ശരിക്കും നമ്മൾ ഒരു ബിൽഡ് മാർട്ട് എന്ന കൺസെപ്റ്റിലൂടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ബിൽഡ് മാർട്ട് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ട്രയൽ റൺ ആയിട്ട് ചില ബ്രാഞ്ചുകൾ, എസ്പെഷ്യലി കർണാടകയിലാണ് നമ്മളിപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ട്രയൽ റണ്ണ് കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ബിൽഡ് മാർട്ടിൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോൾ നമുക്ക് 40 ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ കൂടി ഒരു വിറ്റുവരവ് എങ്ങനെയുണ്ട്? നമുക്ക് കമ്പൈൻ ടേൺ ഓവർ അറൗണ്ട് 75 CR വരുന്നുണ്ട് റൂഫിംഗ് ഡിവിഷൻ്റെ മാത്രം. ബാക്കി എന്തൊക്കെ ഡിവിഷൻസ് അപ്പോൾ ഇതിലും കീഴിലുള്ളത്? നമുക്ക് നിലവിൽ അഗ്രോ ഡിവിഷൻ വരുന്നുണ്ട്. അതിൽ നമ്മുടെ പവർ ടില്ലേഴ്സ്, അതേപോലെ ട്രാക്ടേഴ്സ് ഇതിൻ്റെ സെയിലാണ്. പിന്നെ ഇതിന് തന്നെ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഓട്ടോ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈജിസ് എന്ന പേരിൽ നമ്മൾ സ്റ്റീൽ ഡോസ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്റ്റഡി അബ്രോഡ് കമ്പനി ഉണ്ട്. പിന്നെ 8ാം ക്ലാസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു കമ്പനിയും ഉണ്ട്. ഓരോന്നും ഓരോ ആവശ്യങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റീൽ ഡോർ എന്നുള്ളത് ആദ്യം നമ്മളുടെ KPG സ്റ്റീൽ ഡോർസ് എന്നുള്ള പേരിലാണ് നമ്മൾ ബ്രാൻഡ് ചെയ്തിരുന്നത്. നമ്മുടെ റൂഫ് ടൈൽസിൻ്റെ ഷോറൂമിലൂടെ തന്നെയാണ് ആദ്യത്തിൽ മാർക്കറ്റ് ചെയ്യാൻ ചെയ്തത്. പക്ഷേ വീട് പണിയുടെ ആദ്യ ഘട്ടത്തിൽ വരുന്ന പ്രൊഡക്റ്റാണ് സ്റ്റീൽ ഡോറിൻ്റെത്. റൂഫ് ടൈൽ എന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരു ഷോറൂമിലൂടെ ഇത് രണ്ടും കൂടെ വിൽക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചാലഞ്ച് ഫേസ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ അപ്പുറത്തൊരു ഓപ്പർച്യൂണിറ്റി കണ്ടത്. കാരണം വുഡൻ ഡോർസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. എക്സ്ക്ലൂസീവ് ഷോറൂമിൻ്റെ ആവശ്യമില്ല. വുഡൻ ഡോർസ് ചെയ്യുന്ന അല്ലെങ്കിൽ PVC ഡോർസ് ചെയ്യുന്ന ഏതാൾക്കും ഇത് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മനസ്സിലായി ഇത് ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് മോഡലിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് സ്യൂട്ടാവുക ഒരു ഡീലർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ടർ ആ മോഡലിലാണ്. അപ്പോൾ ഈജിസ് എന്നുള്ള പേരിൽ
പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റഡി അബ്രോഡ് രംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കൺസേൺസ് ഇതിൻ്റെ ഇടയിൽ വന്നിരുന്നു. കേരളത്തിലുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോകുന്നു, ഇനി വീട് പണിൻ്റെ എണ്ണം കുറയും, ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, അപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രി പെട്ടെന്ന് ചേഞ്ച് ചെയ്തതെന്നൊക്കെ പല ആളുകളും നമ്മുടെ അടുത്തുനിന്ന് പറയാൻ തുടങ്ങി. സമയത്ത് ആലോചിച്ചു, ഇവിടെയുള്ള ആളുകൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരവസരമുള്ള വേറൊരു ബിസിനസ് നമുക്ക് തുടങ്ങാമല്ലോ. നാളെ ഇവർ പോയി കഴിയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പുതിയ ഓരോ മേഖലയിലേക്കും കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ റൂഫിൻ്റെ ഇത് പറയുകയാണെങ്കിൽ വളരെ അസംഘടിതമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പം നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്? എന്താണ് നമ്മളെ ഒരു യൂണിക്കായിട്ട് മാറ്റുന്നത് നമ്മുടെ പ്രൊഡക്ട്സിനെ? KPG റൂഫിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പാറ്റേൺസാണ് എല്ലാ കാര്യത്തിനുള്ളത്. അത് പ്രൈസിങ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് ആണെങ്കിലും സർവീസിനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും. നമ്മളുടെ കേരളത്തിലുള്ള ഏത് സ്റ്റോറിൽ ചെന്ന് ചോദിച്ചാലും എല്ലാ സ്ഥലത്തും ഒരേ വിലയാണ്. പ്രൈസിങ് കാര്യങ്ങൾ യൂണിഫോമാണ്. അതേപോലെ മെറ്റീരിയൽസ് നമുക്ക് ഏത് പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ഈ വീട് പണി നടക്കുന്ന ഒരാൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഓരോ വീട് എന്ന് വെച്ചാൽ അവരുടെ ബജറ്റ് അനുസരിച്ചാണ് ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടത് 50 രൂപയുടെ ടൈൽസ് ആയിരിക്കാം, മറ്റൊരാൾക്ക് വേണ്ടത് 100 രൂപയുടെ സാധനമായിരിക്കാം, വേറൊരാൾക്ക് വേണ്ടത് കേരളത്തിൽ ആരും ചെയ്യാത്ത 350 രൂപയുടെ ടൈല് അല്ലെങ്കിൽ 500 രൂപയുടെ ടൈലായിരിക്കും വേണ്ടി വരിക. പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് കസ്റ്റമർക്കാണെങ്കിലും അവർക്ക് വേണ്ട അവരുടെ ബജറ്റ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് KPG റൂഫിങ്സിൽ ഇന്ന് ലഭ്യമാണ്. അത്യാവശ്യം എക്കണോമിക്കൽ റേഞ്ചിൽ വേണമെങ്കിൽ അതുണ്ട്, പ്രീമിയം റേഞ്ചിലേക്ക് വേണമെങ്കിൽ അതുണ്ട്, ലക്ഷറി സീരീസിലേക്ക് പോകണമെങ്കിൽ അതുണ്ട്. അപ്പോൾ ഏതാണോ കസ്റ്റമറുടെ ബജറ്റ്, ഏതാണ് അവർക്ക് വേണ്ട റൈറ്റ് പ്രൊഡക്റ്റ്, അവരുടെ റിക്വയർമെൻറ്റിന് വേണ്ട പ്രൊഡക്റ്റ്, അത് നമുക്ക് കാറ്റർ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ മാർക്കറ്റിലുണ്ട്. ഏകദേശം 12ഓളം വർഷമായി റൂഫ് ടൈൽ രംഗത്ത് മാത്രം തന്നെയായിട്ട് നിലവിൽ നിൽക്കുന്നുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 31 ഇയേഴ്സായി. ഈ ഒരു ലെഗസി, ഈ ഒരു വിശ്വാസം എന്നുള്ളതാണ് കസ്റ്റമർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫും ശരിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. ഒരാളുടെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാര്യമാണ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനും, റൂഫ് ടൈലാണെങ്കിൽ അതിനെക്കുറിച്ച് A to Z പറഞ്ഞു കൊടുക്കാനും കൺഫ്യൂഷൻസ് മാറ്റാനൊക്കെ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് അവൈലബിലിറ്റി എന്നുള്ളത്. നമ്മൾ കേരളത്തിലാണെങ്കിലും ഏകദേശം ഒരു 20-50 കിലോമീറ്ററിൻ്റെ ഇടയിൽ എല്ലാ സ്ഥലത്തും ഒരു KPG റൂഫിൻ്റെ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് റൂഫിംഗ് ടൈലോ അല്ലെങ്കിൽ ജാളീസോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ഷോറൂമിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റും. കോഴിക്കോടുള്ള ഒരാൾക്ക് കോഴിക്കോട് വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ ആ പഞ്ചായത്തിൽ തന്നെ മെറ്റീരിയൽ ലഭ്യമാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ പ്രത്യേകിച്ച് റൂഫിംഗ് പോലൊരു പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ആക്ച്വൽ മെഷർമെൻറ്റ്സ് ആയിരിക്കില്ല കിട്ടുക. ഇതിൽ കട്ടിങ്സ് വരും, അതേപോലെ ഹൈറ്റിനൊക്കെ ചെറിയ ഡിഫറൻസ് അല്ലെങ്കിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. അപ്പോൾ ഒരു 10-100 പീസ് ചിലപ്പോൾ എക്സ്ട്രാ വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ ഒരു 10-100 പീസ് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരിക്കും, അത് ഷോപ്പിൽ കൊണ്ടുപോയി റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒക്കെ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളതെന്ന് വെച്ചാൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ഒരു 20-30 കിലോമീറ്റർ ദൂരത്ത് നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് എങ്കിലും ഉണ്ടായിരിക്കും. കസ്റ്റമർക്ക് ഒരു 100 പീസ് വേണമെങ്കിൽ നേരെ ഈ ഷോറൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഫ്രാഞ്ചൈസ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ, അടുത്തടുത്ത് വരാതിരിക്കാൻ? അങ്ങനത്തെ അതേ ഒരു മിനിമം ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം മാത്രമാണ് കൊടുക്കാറുള്ളത്. 2 പേർക്കും ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ നിർബന്ധമായിട്ടും കൊടുക്കാറുണ്ട്. എന്നാൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും പറ്റും അല്ലേ? അതെ, നമുക്കൊരു B2B ട്രേഡിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് നമ്മുടെ എറണാകുളത്തെ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു കളർ സ്റ്റോക്ക് ഉണ്ട്, കോട്ടയത്ത് ആ മെറ്റീരിയൽ ഇല്ല എന്നുണ്ടെങ്കിൽ എറണാകുളത്തുള്ള ആൾക്ക് കോട്ടയത്തെ ആൾക്ക് വിൽക്കാൻ പറ്റും. ഇതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെൻട്രി പെട്ടെന്ന് ക്ലിയർ ആയി പൊക്കോളും. നമുക്ക് ഡെഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക് എന്നുള്ള ഒരു ഇഷ്യൂ വരില്ല. രണ്ടാമത്തെന്ന് വെച്ചാൽ നമുക്ക് ഓൺ ഡിമാൻഡായിട്ട് സാധനം കിട്ടും. അപ്പോൾ കോട്ടയത്തുള്ള ഒരാൾക്ക് കറുപ്പ് കളറുള്ള ഓട് വേണം, അയാളുടെ കയ്യിൽ കറുപ്പ് കളറുള്ള ഓട് സ്റ്റോക്കില്ല, പക്ഷേ അയാൾക്ക് മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ സ്റ്റോക്കാണെങ്കിലും വലിയ സ്റ്റോക്കുള്ള ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഓരോ ചെറിയ ഫ്രാഞ്ചൈസീസിനും റൺ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കൂടുതലും ടൈൽസ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന എത്രത്തോളം ഉണ്ട്? ഇവിടെ നിന്ന് സംഭരിക്കുന്നുണ്ടോ? നമ്മൾ കൂടുതലും ഹൈ ക്വാളിറ്റി ടൈൽസ് എല്ലാം കൂടുതലും ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രാൻസ്, ചൈന, ഇന്തോനേഷ്യ, തുർക്കി, സ്പെയിൻ ഇങ്ങനെ പല രാജ്യത്തു നിന്നായിട്ട് മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുന്നുണ്ട്.
ഓരോന്നും ഓരോ ഗ്രേഡിലുള്ള അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റ് വരുന്ന പ്രൊഡക്ട്സാണ്. നമുക്ക് റീസെൻറ്റ് ഇയേഴ്സിൽ വന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ ഷിപ്പിംഗ് ചാർജുള്ള വർധനവായിരുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ എന്ന് വെച്ചാൽ ഇതിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഏകദേശം നമ്മുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ 40-50% വരെ പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിനെ ഒന്നാകെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. കാരണം ഓടിടാം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വിലയിലുള്ള വ്യത്യാസം കാരണം കുറേ കസ്റ്റമേഴ്സ് അങ്ങനെ ഒഴിവാക്കി പോയിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മൾ ഗുജറാത്ത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനീസ് പ്രൊഡക്റ്റിൻ്റെ സെയിം ക്വാളിറ്റിയിലേക്ക് തന്നെ ഇപ്പോൾ ഗുജറാത്ത് പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ പാൻ ഇന്ത്യ എക്സ്പാൻഷനിൽ വളരെ നല്ല രീതിയിൽ സഹായകമാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം 40 അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ 10 ദിവസത്തിനകം കസ്റ്റമറുടെ അടുത്തേക്ക് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. KPG റൂഫിങ്ങിൻ്റെ ഒരു ദീർഘകാല വിഷൻ എന്താണ്? ഇപ്പോൾ ഒരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ടോ, ഇത്രയാകുമ്പോൾ ഇത്ര വിറ്റുവരവുള്ള ഒരു സ്ഥാപനമായി വളരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്താണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്? 2032 ആവുന്ന സമയത്തേക്ക് 100 ബിൽഡ് മാർട്ടുകൾ ഇന്ത്യയിൽ മൊത്തത്തിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. കസ്റ്റമേഴ്സിന് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റണം. ഏത് സാധനം കണ്ട് A to Z പഠിച്ച് എടുക്കാൻ പറ്റണം. വീട് പണി എന്നുള്ളത് പേടി സ്വപ്നമാവരുത്, അതൊരു സ്വപ്നം തന്നെയായി മാറണം. അതാണ് KPG റൂഫിങ്ങിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ രണ്ടുപേർക്കും നന്ദി. ബിസിനസ് കഫേയിൽ അധ്യായത്തിന് താങ്കൾ പറഞ്ഞ പോലെ 2032 ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കട്ടെ. നന്ദി, നമസ്കാരം.